السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് ജീവിതത്തിൽ അമലാക്കുകയും ചെയ്യുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താലാണ് നമുക്ക് പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ തോന്നുന്നതും അതിനുവേണ്ടി വന്ന് ഇരിക്കാനുള്ള തൗഫീഖ് ലഭിക്കുന്നതും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ 53-ാം അധ്യായം സൂറത്തുൻ നജ്മിലെ 1 മുതൽ 49 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമുക്കും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമുക്കും നൽകപ്പെട്ട സുഹുഫിൽ അഥവാ പൂർവിക പ്രവാചകന്മാരുടെ വേദങ്ങളിൽ വളരെ വ്യക്തമായി പ്രതിപാദിച്ച ഓരോ കാര്യങ്ങളുമാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ ചിരിപ്പിക്കുന്നവനും കരയിപ്പിക്കുന്നവനും ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമെല്ലാം അല്ലാഹുവാണ്. സമ്പത്ത് നൽകുന്നവനും ധന്യത നൽകുന്നവനും അല്ലാഹുവാണ്. മറ്റൊരു ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വവും അല്ലാഹുവിന് തന്നെയാണ്. തൃശങ്കു നക്ഷത്രത്തിൻ്റെ ഉടമസ്ഥനും രക്ഷിതാവും അല്ലാഹു തന്നെയാണ് എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം 50 മുതൽക്ക് അല്ലാഹു എന്താണ് പറയുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنه أهلك عادا الأولى وثمود فما أبقى وقوم نوح من قبل إنهم كانوا هم أظلم وأطغى والمؤتفكة أهوى فغشاها ما غشى فبأي آلاء ربك تتمارى. هذا نذير من النذر الأولى. أزفت الآزفة ليس لها من دون الله كاشفة. أفمن هذا الحديث تعجبون وتضحكون ولا تبكون وأنتم سامدون فاسجدوا لله واعبدوا. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഓരോ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അവിടെ അല്ലാഹു പറയുന്നു, വ അന്നഹു, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലക ആദനിൽ ഊല. അഹ്ലക എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക. അഹ്ലക യുഹ്ലികു ഇഹ്ലാക്കൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അഹ്ലക നശിപ്പിച്ചിരിക്കുന്നു ആദൻ, ആദ് സമൂഹത്തെ. ആദനിൽ ഊല, ആദ്യത്തെ ആദ് സമൂഹത്തെ. അതുകൊണ്ടുള്ള ഉദ്ദേശം വഹു
വഹും ഖൗമു ഹൂദ്, ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയാണ് ആദ് സമൂഹം. അവർ അഹ്കാഫിൽ ആയിരുന്നു താമസിച്ചിരുന്നത്. നൂഹു അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയ്ക്ക് ശേഷം ഉണ്ടായിട്ടുള്ള മറ്റൊരു വലിയ സമൂഹമാണ് ആദ് ഗോത്രം. അവർ ആദ് ഇബ്നു ഇറം ഇബ്നു സാം ഇബ്നു നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകനായ സാമിൻ്റെ മകനായ ഇറം, ആ ഇറമിൻ്റെ മകനായ ആദ് ഇറമിൻ്റെ മകനാണ്. ഇറം സാമിൻ്റെ മകനാണ്. സാം നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകനാണ്. അവരിൽ ഒരു വിഭാഗം വേറെ മറ്റൊരു സ്ഥലത്ത് മാറി താമസിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റു ഒരു ഗോത്രം കൂടി അവരിലുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ആദനിൽ ഊല, ആദ്യത്തെ ആദ് സമൂഹത്തെ എന്ന് പറഞ്ഞാൽ മറ്റൊരു സമൂഹമുണ്ടായിരുന്നു എന്നൊക്കെ ചില മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറെ ചില മുഫസ്സിരിങ്ങൾ പറഞ്ഞത് അതുകൊണ്ടുള്ള ഉദ്ദേശം ആദനിൽ ഊല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയ്ക്ക് ശേഷം നശിപ്പിക്കപ്പെട്ട ആദ്യ തലമുറകളിൽപ്പെട്ട സമുദായം എന്ന അർത്ഥത്തിലാണ് ആദ് സമൂദ്. അതിനുശേഷം സമൂദ് ഗോത്രത്തെയും പറയുന്നുണ്ട്. അപ്പോൾ പൂർവികരായ എന്നൊരർത്ഥം മാത്രമേ ഉള്ളൂ എന്ന നിലക്കും പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും ശരി, അവർ ആദ് ഗോത്രമാണ് എന്നതിൽ സംശയമില്ല. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ്, ഇറം ഗോത്രം. അപ്പോൾ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുകയുണ്ടായി. വ അന്നഹു അഹ്ലക ആദനിൽ ഊല, ആദ് സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു. വ സമൂദ് ഗോത്രത്തെയും, സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയാണ് സമൂദ് ഗോത്രം. വസമൂദ ഫമാ അബ്ഖ, അവരിൽ നിന്ന് ഒന്നിനെയും അള്ളാഹു അവശേഷിപ്പിച്ചില്ല. അബ്ഖ യുബ്ഖി ഇബ്ഖാഅൻ, അബ്ഖ എന്ന് പറഞ്ഞാൽ ബാക്കിയാക്കുക. ബാക്കി നമ്മൾ മലയാളത്തിൽ ബാക്കി എന്ന് പറയും, അത് അറബി വേർഡാണ് ബാക്കി. സമൂദ് ഗോത്രത്തെയും അള്ളാഹു നശിപ്പിച്ചു. ഫമാ അബ്ഖ, അവരിൽ നിന്ന് ഒന്നിനെ പോലും അള്ളാഹു അവശേഷിപ്പിച്ചില്ല. മുഴുവനായി അവരെ പിഴുതെറിഞ്ഞു കളഞ്ഞു, മുഴുവനായി അവരെ അള്ളാഹു സുബ്ഹാനഹു തആല നശിപ്പിച്ചു കളഞ്ഞു. സമൂദ് ഗോത്രത്തെയും ഫമാ അബ്ഖ, അവരിൽ നിന്ന് ഒന്നിനെയും അള്ളാഹു സുബ്ഹാനഹു തആല അവശേഷിപ്പിച്ചില്ല. മുഴുവൻ അവരെ, ആ ഗോത്രത്തെ മുച്ചൂടും അള്ളാഹു സുബ്ഹാനഹു തആല നശിപ്പിച്ചു കളഞ്ഞു. അതാണ് വസമൂദ ഫമാ അബ്ഖ. വഖൗമ നൂഹിൻ മിൻ ഖബ്ലു, അതിനു മുമ്പ് ഖൗമ നൂഹ് നബിയുടെ ജനതയെയും അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്. വഖൗമ നൂഹിൻ മിൻ ഖബ്ലു ഇന്നഹും, തീർച്ചയായും അവർ, അവർ ആയിരുന്നു അളമ, ഏറ്റവും അധികം ളുൽമ കാണിച്ചവർ. വാലിമിൻ്റെ അതിനേക്കാൾ ഏറ്റവും കൂടുതൽ എന്ന് കാണിക്കാൻ കബീർ അക്ബർ എന്നതുപോലെ വാലിം അളമ, അങ്ങേയറ്റം ളുൽമ കാണിച്ചവരായിരുന്നു. വഅത്ഗ, അങ്ങേയറ്റം അതിരുവിട്ടവരുമായിരുന്നു. ത്വാഗി എന്ന് പറഞ്ഞാൽ അതിരുവിട്ടവൻ, ത്വഗ എന്ന് പറഞ്ഞാൽ അതിരുവിട്ട് പ്രവർത്തിക്കുക, അത്വഗ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം അതിരുവിട്ട് പ്രവർത്തിച്ചവർ. അപ്പോൾ ആദ് സമൂദ് ഗോത്രത്തിന് മുമ്പ് അവരുടെ പൂർവ്വപിതാവിൽപ്പെട്ട നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം, ആ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയെയും, അതാണ് വഖൗമ നൂഹിൻ മിൻ ഖബ്ലു, ഇവർക്ക് മുമ്പ് നൂഹ് നബിയുടെ ജനതയെയും നാം നശിപ്പിച്ചിട്ടുണ്ട്. ഇന്നഹും കാനൂഹും അദ്ലമ വ അത്ഗ, അവർ അങ്ങേയറ്റം ളുൽമ ചെയ്യുന്നവരും അങ്ങേയറ്റം അതിരുവിട്ടവരുമായിരുന്നു. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില മുഫസ്സിരീങ്ങൾ പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അക്രമം കാണിച്ച ജനത നൂഹ് നബിയുടെ ജനതയാണ്. കാരണം അവരെക്കുറിച്ച് പറഞ്ഞിടത്ത് ആദ് സമൂഹത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു,
സമൂദ് ഗോത്രത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. പക്ഷേ വഖൗമ നൂഹിൻ മിൻ ഖബ്ൽ, ഇവർക്ക് മുമ്പ് നൂഹ് നബിയുടെ ജനതയെ പറ്റി പറഞ്ഞപ്പോൾ ഇന്നഹും കാനു ഹും അദ്ലമ എന്ന വേർഡാണ് ഉപയോഗിച്ചത്. അദ്ലം എന്ന് പറഞ്ഞാൽ ഏറ്റവും ളുൽമ്, അങ്ങേയറ്റം അക്രമം കാണിച്ചു. വ അത്ഗ, അങ്ങേയറ്റം അതിരുവിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ നൂഹ് നബിയുടെ ജനതയാണ് ഏറ്റവും വലിയ അക്രമം കാണിച്ചത്. അങ്ങനെ പറയാൻ ഒരു പക്ഷേ 2 കാരണങ്ങളാണ് പറയപ്പെടുന്നത്. ഒന്നാമത്തത് അക്രമത്തിൻ്റെ സ്വഭാവം വെച്ച്, അതിര് കവിച്ചിലിൻ്റെ സ്വഭാവം വെച്ച് അവർ ഏറ്റവും വലിയ അക്രമികളായിരുന്നു. രണ്ടാമത്തത് മറ്റേതൊരു സമൂഹത്തേക്കാൾ കൂടുതൽ ആയുസ് നൽകപ്പെട്ടത് അവർക്കായിരുന്നു. അതിനനുസരിച്ചുള്ള ഉൽമിലും വർധനവുണ്ടാകും. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം 950 വർഷമാണ് അവരുടെ കൂടെ ജീവിച്ചത് എന്നാണ്. അപ്പോൾ നൂഹ് നബി 950 വർഷം. അപ്പോൾ അക്കാലഘട്ടത്തിലെ ആയുസ് എന്ന് പറയുന്നത് 950, 1000, 1000 സംതിങ്, അങ്ങനെ 1000-ഓടടുത്തും 1000-ൻ്റെ മേലെയും താഴെയായിട്ട് ആയുസ്സായിരുന്നു എന്നാണ്. സഹസ്രാബ്ദം എന്ന് പറയാം, അത്രയും വലിയ ആയുസ്സാണ്. അപ്പം അത്രയും കാലം അവർക്ക് ദുൽമ് ചെയ്യാൻ സമയമുണ്ടായി എന്നർത്ഥം. അപ്പോൾ ആ അർത്ഥത്തിൽ അവർ വാലിമുകളായിരുന്നു, അങ്ങേയറ്റം അതിക്രമികളായിരുന്നു. വാലിം എന്ന് പറയുമ്പോൾ ഇവിടെ ആ സമൂഹത്തിനും നൂഹ് നബിക്കും വിശ്വാസികൾക്കും ആ നാട്ടിലും അവർ വാലിമ്യങ്ങളായിരുന്നു. അത്വക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നിയമപരിധികളെ ലംഘിക്കുന്നതിലും അവർ മുൻപന്തിയിലായിരുന്നു. ഇപ്പോൾ ലുൽമ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഷിർക്ക് ഏറ്റവും വലിയ ലുൽമാണ്. അതേസമയത്ത് നാട്ടിൽ ഏറ്റവും വലിയ വാലിമ്യങ്ങൾ അവരായിരുന്നു. ഷിർക്കടക്കമുള്ള, ഷിർക്കിൻ്റെ തുടക്കം അവരാണ്. ലോകത്ത് ആരൊക്കെ ഷിർക്ക് ചെയ്യുന്നുണ്ടോ അതിൻ്റെയൊക്കെ ഒരു ഓഹരി അവരിലേക്കാണ്. കാരണം അവരാണ് ആദ്യം തുടങ്ങി വെച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു തിന്മ ആരാണോ തുടങ്ങി വെച്ചത് അതിനെ ഫോളോ ചെയ്ത് ആരൊക്കെ ആ തിന്മ ചെയ്യുന്നുവോ അവരുടെ ഒക്കെ പാപം തുടക്കം കുറിച്ചവന് ലഭിക്കും. അതുകൊണ്ടാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിൽ ഹാബീലും കാബീലും, അവരിൽ ഒരാൾ മറ്റൊരാളെ വധിക്കുകയുണ്ടായി. ലോകത്ത് നടക്കുന്ന മുഴുവൻ കൊലപാതകങ്ങളുടെയും ശിക്ഷ ആ തുടക്കം കുറിച്ച ആൾക്കുണ്ടാകുമെന്ന് സഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. ഇല്ലല്ലദീന താബു, തൗബ ചെയ്തവരൊഴികെ. ഒരാളൊരു തിന്മ ചെയ്തു, ഒരു തെറ്റിന് തുടക്കം കുറിച്ചു, അത് കണ്ട് മറ്റുള്ളവരും ചെയ്യുന്നു. പക്ഷേ ഈ വ്യക്തി തൗബ ചെയ്ത് മടങ്ങിയാൽ പിന്നെ അയാളിലേക്ക് ആ ശിക്ഷ മടങ്ങുകയില്ല. ഒരാൾ തൗബ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ തിന്മ അയാളിലേക്ക് മടങ്ങുകയില്ല. അപ്പോൾ അത്രയും വലിയ ലാലിമീങ്ങളും സമൂഹത്തിന് ളുൽമ്, ഏറ്റവും വലിയ ഷിർക്കടക്കമുള്ള തിന്മകൾ, അതോടൊപ്പം അത്വ, അതിരുവിട്ട് പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് 950 വർഷം ദഅവത്ത് നടത്തിയിട്ടും വളരെ 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 കുറഞ്ഞ ആളുകൾ മാത്രം, വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ നൂഹ് നബിയിൽ വിശ്വസിച്ചിരുന്നുള്ളൂ. അപ്പോൾ അത്രയും മോശമായ അവസ്ഥയായിരുന്നു അവർക്ക് എന്ന് മനസ്സിലാക്കാം. വൽ മുഅ്തഫികത അഹ്വ, വൽ മുഅ്തഫികത, മുഅ്തഫികത്ത് എന്ന് പറഞ്ഞാൽ കീഴ്മേൽ മറയ്ക്കപ്പെട്ടത് എന്നാണ് അർത്ഥം. ഇഅ്തഫക എന്ന് പറഞ്ഞാൽ ഇഅ്തഫക യഅ്തഫികു ഇഅ്തിഫാകൻ. ഇഅ്തഫക എന്ന് പറഞ്ഞാൽ നേരെ, ഇൻഖലബ വസാറ അഅലാഹു അസ്ഫല എന്നാണ്. ഇൻഖലബ മറയുക, അതിൻ്റെ മേൽഭാഗം താഴെയായിപ്പോയി എന്ന് പറഞ്ഞാൽ കീഴ്മേൽ മറയ്ക്കപ്പെട്ടു. അതിനാണ് ഇഅ്തഫക എന്ന് പറയുന്നത്. ഇഅ്തഫക യഅ്തഫികു ഇഅ്തിഫാകൻ. അപ്പോൾ മുഅ്തഫിക് എന്ന് പറഞ്ഞാൽ കീഴ്മേൽ മറയ്ക്കുന്നത്, വൽ മുഅ്തഫികത കീഴ്മേൽ മറയ്ക്കപ്പെട്ട രാജ്യം, കീഴ്മേൽ മറയ്ക്കപ്പെട്ട രാജ്യം. അഹ്വ, അഹ്വ യുഹ്വി ഇഹ്വാൻ. അഹ്വ എന്ന് പറഞ്ഞാൽ ദമ്മറ, അതിനെ അള്ളാഹു തകർത്ത് തരിപ്പണമാക്കി എന്നാണ്. ആരെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയാണ്. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയാണ്. ലൂത്ത് നബിയുടെ ജനത സ്വവർഗരതിക്കാരായ ആളുകളായിരുന്നു. അവരാണ് ആ തിന്മക്ക് തുടക്കം കുറിച്ചത്. അതിനു മുമ്പ് വേറെ ഒരു സമൂഹവും, നേരത്തെ പറഞ്ഞ ഏറ്റവും വലിയ അക്രമികളാണ് നൂഹ് നബിയുടെ ജനത എന്ന് പറഞ്ഞു. പക്ഷേ അവർ പോലും ചെയ്യാത്ത, ലോകത്ത് ഒരു സമൂഹത്തിനും പരിചയമില്ലാത്ത
ഒരു ളുൽമ് കൊണ്ടുവരുന്നത് ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അഥവാ ഇബ്രാഹിം നബിയുടെ ആ കാലഘട്ടം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അർദ്ധ സഹോദരനാണ് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം. രണ്ടുപേരും ഒരുമിച്ചാണ് ഇറാഖിൽ നിന്നും ഹിജ്റ പലായനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സദോമിൽ പ്രവാചകനായി നിശ്ചയിക്കുകയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഷാമിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെയാണ് ഇവർ ഈ ഏറ്റവും വലിയ തിന്മ ആരംഭിച്ചത്. വ്യഭിചാരത്തേക്കാൾ വലിയ കുറ്റമായിരുന്നു അത്. കാരണം അതിൽ രണ്ട് തെറ്റുണ്ട്. ഒന്ന്, അള്ളാഹു നിശ്ചയിച്ച ഫിത്രത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുക. രണ്ടാമത്തത് അധർമ്മം പ്രവർത്തിക്കുക. ഈ രണ്ടും അതിലുണ്ടായിരുന്നു. വ്യഭിചാരത്തിൽ തിന്മയാണ് ചെയ്യുന്നത്, പക്ഷേ അത് ഫിത്രത്തിൻ്റെ എതിരല്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹു നിശ്ചയിച്ച ഇണകളാണ്, പക്ഷേ അവരതിര് വിടുന്നു. അതിനാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. സ്വർഗ്ഗരതിയിൽ ഈ രണ്ട് വലിയ തിന്മകളുമുണ്ട്. അതുകൊണ്ടാണ് ലോകത്ത് ഒരു സമൂഹത്തെയും അവരെ നശിപ്പിച്ചതുപോലെ അള്ളാഹു നശിപ്പിച്ചിട്ടില്ല എന്നുള്ളത്. വൽ മുഅ്തഫികത അഹ്വ, അവരെ അള്ളാഹു തകർത്ത് തരിപ്പണമാക്കി. അതാണ് തൊട്ടടുത്ത ആയത്തിലും പറയുന്നത്. ഫഗഷാഹ, അപ്പോൾ അതിനെ മൂടി. ഗഷ യുഗഷി തഗ്ഷിയ, ഗഷ എന്ന് പറഞ്ഞാൽ മൂടിക്കളയുക. ഫഗഷാഹ, ആ കീഴ്മേൽ മറയ്ക്കപ്പെട്ടവയെ, ആ രാഷ്ട്രത്തെ നാം മൂടുകയുണ്ടായി. മാ ഗഷ, ഏതൊന്നുകൊണ്ടാണോ മൂടിയത് അതുകൊണ്ടുള്ള ഉദ്ദേശം തീ വെച്ച ചൂളയിൽ വെച്ച കല്ലുകൾ കൊണ്ടുള്ള മഴ അവരെ നശിപ്പിച്ചതിന് ശേഷം അവരുടെ മേൽ ഒഴിച്ചു എന്നാണ്. ഒരുതരം ആസിഡ് പോലെയുള്ള മഴയായിരുന്നു അത്. അപ്പോൾ ആദ്യം അവരെ എടുത്തു പൊക്കി ആകാശത്തേക്ക് ഉയർത്തി എന്നാണ്. ചില തഫ്സീറുകളിൽ കാണാം, അങ്ങനെ ആകാശത്തേക്ക് അവരെ ഉയർത്തിയപ്പോൾ അവരുടെ നിലവിളി ശബ്ദം ആകാശലോകത്തുള്ളവർക്ക് കേൾക്കാൻ സാധിച്ചു എന്നാണ്. അങ്ങനെ പൊക്കിയ ആ രാജ്യത്ത്, എന്നിട്ട് കീഴ്മേൽ മറിച്ചു, ഭൂമിയിലേക്കെടുത്ത് അടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനു പുറമെ അവരിൽ നിന്ന് ആരും അവശേഷിക്കാതിരിക്കാൻ വീണ്ടും അംതർന അലൈഹിം മതറൻ, ഒരു മഴ നാം വർഷിപ്പിച്ചു എന്നാണ്. അത് മിൻ സിജ്ജീലിൻ മൻബൂദ്, മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് മിൻ സിജ്ജീലിൻ മൻബൂദ്, ചൂള വെക്കപ്പെട്ട ഇഷ്ടിക പോലത്തെ അതല്ലെങ്കിൽ ചെറിയ ചെറിയ കല്ലുകൾ, ആ കല്ലുകൾ കൊണ്ടുള്ള ഒരു മഴ കൊണ്ട്, ഒരു ആസിഡ് പോലുള്ള മഴ കൊണ്ട് അവരെ മുച്ചൂടും നശിപ്പിച്ച് കളഞ്ഞു. തീമഴയായിരുന്നു അത് എന്നാണ്. അത്രക്ക് ഗുരുതരമായ പാപമായിട്ടാണ് അള്ളാഹു അതിനെ കണ്ടത്. അതുകൊണ്ട് തന്നെ സ്വഹാബികളുടെ ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ സ്വർഗരതി ചെയ്ത ആളുകളെ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാക്കിയതിന് ശേഷമായിരുന്നു അവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയതെന്ന്. കേവലം എറിഞ്ഞു കൊല്ലൽ മാത്രമല്ല, അതിനപ്പുറത്തുള്ള ശിക്ഷയായിരുന്നു അവർക്ക് നൽകിയതെന്ന്. അത്രയും വലിയ തിന്മയായിട്ടാണ് ഇസ്ലാം സ്വർഗരതിയെ കാണുന്നത്. അത് ചെയ്ത സമൂഹത്തെ വൽമുഅ്തഫികത, കീഴ്മേൽ മറക്കപ്പെട്ട രാജ്യം, അഹ്വ, അവരെ നാം നശിപ്പിച്ചു, ദമ്മറ, അവരെ നാം തകർത്ത് തരിപ്പണമാക്കുകയുണ്ടായി. അതൊക്കെ ചെയ്തത് അല്ലാഹു സുബ്ഹാനഹു തആലയാണ്. ഫഗഷാഹ മാ ഗഷ, അങ്ങനെ അതിനെ മൂടേണ്ടതെല്ലാം മൂടുകയും ചെയ്തു. അത് ആ മഴയാണ് ഉദ്ദേശം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, ഫബിഅയ്യി ആലാഇ റബ്ബിക തതമാറ. ഫബിഅയ്യി എന്നിരിക്കെ, അയ്യി ബിഅയ്യി ഏതൊരു, ആലാ, ആല എന്ന് പറഞ്ഞാൽ അനുഗ്രഹം എന്നാണ് ഉദ്ദേശം. അനുഗ്രഹത്തിൻ്റെ ജംആണ് അനുഗ്രഹങ്ങൾ. ആല അനുഗ്രഹങ്ങൾ. ഇബ്നു ജരീർ അത്ത്-തബരി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്നത് ഫബിഅയ്യി നിഅമാതി റബ്ബിക്, അള്ളാഹുവിൻ്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ്, യാ ഇബ്ന ആദം, ആദമിൻ്റെ മക്കളെ, അല്ലത്തി അൻഅമഹ അലൈക, അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള, ഫബിഅയ്യി ആലാഇ റബ്ബിക തതമാറ. തതമാറ, തമാറ യതമാറ തമാരി, തമാറ എന്ന് പറഞ്ഞാൽ
തർക്കിക്കുക, സംശയം പ്രകടിപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അഥവാ അതിൽ സംശയിച്ച് തർക്കിക്കുക, അംഗീകരിക്കാതിരിക്കുക എന്നർത്ഥം. യഖീനില്ലാതെ അംഗീകരിക്കാതെ തർക്കിക്കുക, നിഅമത്തുകളോട് നന്ദികേട് കാണിക്കുക, അതിൽ സംശയം വെച്ച് പുലർത്തുക. അതിനാണ് തമാറ എന്ന് പറയുന്നത്. തമാറ യതമാറ തമാരി, തർക്കിക്കുക. അപ്പോൾ ഫബി അയ്യി നിഅമാതി റബ്ബിക യാ ഇബ്ന ആദം അല്ലതി അൻഅമഹ അലൈക തർതാബു വതശുക്കു വതുജാദിൽ. നിങ്ങൾ സംശയിക്കുകയും തർക്കിക്കുകയും ചെയ്യുന്നത് ഏത് നിഅമത്തിനെ കുറിച്ചാണ്? എന്തെല്ലാം നിഅമത്തുകൾ അല്ലാഹു നിങ്ങൾക്ക് നൽകി. എന്നിട്ട് അദ്ദേഹം പറയുന്നു വൽ ആലാഉ, ആലാ എന്ന് പറഞ്ഞാൽ ജംഉ വാഹിദിഹ ലുഗാത്തുൻ സലാസ. അതിൻ്റെ മുഫ്രദിന്, അതിൻ്റെ ഏകവചനത്തിന് 3 വായനുണ്ട്. ഒന്ന് ഇലി, ഇലി, അതിൻ്റെ ജംആണ് ആല. മറ്റൊന്ന് അലി, ഇലി. രണ്ടാമത്തത് അലി. മൂന്നാമത്തത് അല, അല, ഐനല്ല ഹംസ, അല. അതിൻ്റെ ജംആണ് ആല, അല്ലെങ്കിൽ ഇലി, അല്ലെങ്കിൽ ഇലി, അല്ലെങ്കിൽ അലി, അല്ലെങ്കിൽ അല. ഈ 3 വേർഡും അതിൻ്റെ മുഫ്രദായി ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ജംആണ് ആല. അനുഗ്രഹങ്ങൾ, നിഅമത്തുകൾ. സൂറത്തുർ റഹ്മാനിൽ കാണുന്നത് പോലെ ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. അതേപോലെ തന്നെയാണ് ഇവിടെയും ഫബി അയ്യി ആലാഇ റബ്ബിക, താങ്കളുടെ രക്ഷിതാവിൻ്റെ ഏതേത് നിഅമത്തിനെ സംബന്ധിച്ചാണ് തതമാറ, നിങ്ങൾ തർക്കിക്കുന്നത്. ഓ മനുഷ്യ, നിന്റെ രക്ഷിതാവിൻ്റെ ഏത് അനുഗ്രഹത്തെയാണ് നീ സംശയിക്കുന്നതും അതിൽ നീ തർക്കിച്ചു കൊണ്ടിരിക്കുന്നതും? അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ അതിൽ പ്രത്യേകം ഇവിടെ അള്ളാഹുവിൻ്റെ ശിക്ഷയെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷമാണ് ചോദിക്കുന്നത്. അതിനു മുമ്പ് മറ്റു അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും ഇവിടെ അള്ളാഹു പല സമൂഹങ്ങളെയും നശിപ്പിച്ചതിനെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഫബിഅയ്യി ആലാഇ റബ്ബിക തതമാറ, നിന്റെ രക്ഷിതാവിൻ്റെ ഏതേത് അനുഗ്രഹങ്ങളെ സംബന്ധിച്ചാണ് നീ മനുഷ്യ തർക്കിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ശിക്ഷ പോലും സമൂഹത്തെ തിന്മ ചെയ്യുന്ന അധർമ്മകാരികളായ ഒരു ജനതയെ നശിപ്പിക്കുക എന്നതുപോലും എന്താണ്? ഒരു നിഅമത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തത്, അള്ളാഹുവേ ഇനി ഇവരെ നീ നശിപ്പിക്കണം. കാരണം ഇവരെ നീ നശിപ്പിച്ചിട്ടില്ലെങ്കിൽ വരും തലമുറയെ മുഴുവൻ ഇവർ നശിപ്പിക്കും, ഇവർ നന്നാവുകയില്ല. അതുകൊണ്ട് പടച്ച റബ്ബേ, ഇവർക്ക് നീ ഇനി ആയുസ് നൽകരുതേ, ഇവരെ നീ ഇനി ഭൂമിയിൽ ജീവിപ്പിക്കരുതേ എന്ന് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു. ഇന്നക ഇൻ തദർഹും യുദില്ലു ഇബാദക വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറ. അള്ളാഹുവേ, ഇവർക്ക് നീ ദീർഘായുസ് നൽകിയാൽ ഇനി ഇവർക്കുണ്ടാവുന്ന മക്കൾ ഫാജിറുകളും കഫാറുകളും ആയിരിക്കും. അപ്പോഴാണ് അള്ളാഹു അവരെ നശിപ്പിക്കുന്നത്. അപ്പം നൂഹ് നബി ആ ജനതക്കെതിരെ പ്രാർത്ഥിച്ചത് പോലും മറ്റൊരു സമൂഹത്തോടുള്ള കാരുണ്യം കൊണ്ടായിരുന്നു എന്നാണ്. അതായത് ഇവരിലൂടെ മറ്റൊരു സമൂഹം ഇനി നശിപ്പിക്കപ്പെടരുത്. ഇതേ പ്രാർത്ഥന മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനിനെതിരിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവിടെയും ലക്ഷ്യമെന്തായിരുന്നു? ഫിർഔനിനെ ഇനിയും ഇങ്ങനെ വിട്ടാൽ അവനെല്ലാവരെയും വഴികേടിലാക്കി കളയും. അപ്പോൾ അധർമ്മവും തോന്നിവാസവും ചെയ്യുന്ന ഒരു സമൂഹത്തെ നശിപ്പിക്കുന്നത് പോലും ഭൂമിയിൽ അതിലൊരുപാട് നന്മയുണ്ട്. അതുകൊണ്ടാണ് അതും നിഅമത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. വിശ്വാസികൾക്ക് പ്രത്യേകിച്ചും സത്യനിഷേധികൾ നശിപ്പിക്കപ്പെടുമ്പോൾ അത് വിശ്വാസികളോട് അള്ളാഹു കാണിക്കുന്ന കാരുണ്യവുമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഹാദാ നദീറും മിനൻ നുദുരിൽ ഊലാ. ഹാദാ നദീറുൻ, ഇത് ഒരു താക്കീതുകാരനാകുന്നു. അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹാദാ നദീറുൻ, ഇതൊരു താക്കീതുകാരനാകുന്നു, അല്ലെങ്കിൽ ഒരു താക്കീതാകുന്നു. മിനൻ നുദുരിൽ ഊല, നദീറിൻ്റെ ജംആണ് നുദുർ. മിനൻ നുദുരി അൽ ഊല, പൂർവകാല താക്കീതുകാരിൽപ്പെട്ട ഒരു താക്കീതുകാരൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പുതിയ നബിയല്ല എന്നർത്ഥം. ഖുൽ മാ കുൻതു ബിദ്അൻ മിനർ റുസുൽ, ഞാൻ റസൂലുകളിൽ പുതിയ ആളൊന്നുമല്ല, എനിക്ക് ശേഷം ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പും റസൂലുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലാകിർ റസൂലല്ലാഹ് വ ഖാത്തമൻ നബിയീൻ, അള്ളാഹുവിൻ്റെ റസൂലും നബിമാരിൽ അവസാനത്തെ ആളുമാകുന്നു. അപ്പോൾ അവസാനത്തെ നബി, അവസാനത്തെ റസൂലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി കൊണ്ടുവന്നത് ഇതൊരു പുതിയതല്ല. ഹാദാ നദീറുൻ, ഇദ്ദേഹം ഒരു താക്കീതുകാരനാകുന്നു. മിനൻ നുദിരിൽ ഊല, പൂർവകാല താക്കീതുകാരിൽപ്പെട്ട എന്ന് പറഞ്ഞാൽ മറ്റു പ്രവാചകന്മാരെ പോലെയുള്ള ഒരു പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അദ്ദേഹത്തിൽ വിശ്വസിക്കുക. ഇല്ലെങ്കിൽ പൂർവകാല സമൂഹത്തിന് സംഭവിച്ച ഈ പറയപ്പെട്ടതുപോലുള്ള ശിക്ഷകൾ നിങ്ങൾക്കും വരും. കാരണം അവരും നബിയാണ്. ആ നബിമാരുടെ സമൂഹം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹവും നബിയാണ്. ഇദ്ദേഹത്തെ നിഷേധിച്ചാൽ നിങ്ങളും നശിപ്പിക്കപ്പെടും. അതുകൊണ്ട് സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക എന്ന ഒരു താക്കീതും ഇതിലുണ്ട്. ഹാദാ നദീറും മിനൻ നുദിരിൽ ഊല, ഇദ്ദേഹം ആദ്യകാല താക്കീതുകാരിൽപ്പെട്ട ഒരു താക്കീതുകാരൻ, മറ്റു പ്രവാചകന്മാരെ പോലെയുള്ള ഒരു പ്രവാചകനാകുന്നു. അസിഫത്തിൽ ആസിഫ, അസിഫ, അസിഫ എന്ന് പറഞ്ഞാൽ അടുത്തു വരിക, അടുത്തു നിൽക്കുക എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. അസിഫ യഅ്സഫു അസഫൻ, അസിഫ യഅ്സഫു അസഫൻ, അടുത്തു വരിക. ദനാ വഖറുബ, അടുക്കുക, അടുത്തു വരിക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അസിഫത്തിൽ ആസിഫ, ആസിഫ് എന്ന് പറഞ്ഞാൽ അടുത്തു വരുന്നത്. ആസിഫ, ആസിഫത്ത് എന്ന് പറഞ്ഞാൽ സമീപസ്ഥമായത്. ഖിയാമത്ത് നാളിൻ്റെ മറ്റൊരു പേരാണ് ആസിഫത്ത്. ഇസ്മുൻ മിൻ അസ്മാഇ യൗമിൽ ഖിയാമ, ഇസ്മുൻ മിൻ അസ്മാഇ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൻ്റെ പേരുകളിൽപ്പെട്ട ഒരു പേരാണ് ആസിഫ, അഥവാ അടുത്ത് ഉള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇഖ്തറബത്തിസ്സാഅ, അന്ത്യസമയം അടുത്തിരിക്കുന്നു. വൻഷഖൽ ഖമർ, ചന്ദ്രൻ പിളരുകയും ചെയ്തിരിക്കുന്നു. അടുത്ത അധ്യായം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. സൂറത്തുൽ ഖമർ തുടങ്ങുന്നത് തന്നെ ഇഖ്തറബത്തിസ്സാഅ, അന്ത്യസമയം അടുത്തിരിക്കുന്നു. സൂറത്തുൽ അംബിയാ തുടങ്ങുന്നത് ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, മനുഷ്യർക്ക് അവരുടെ വിചാരണ വളരെ അടുത്തെത്തിയിട്ടുണ്ട്. മഹ്ശർ വളരെ അടുത്താണ്. പക്ഷേ വഹും ഫി ഗഫ്ലത്തിൻ മുഅരിദൂൻ, മനുഷ്യരെല്ലാം അശ്രദ്ധയിൽ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ റസൂലിന് നൽകപ്പെട്ട ഖുർആനിലൂടെയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, ജനങ്ങൾക്ക് അവരുടെ വിചാരണ അടുത്തെത്തിയിരിക്കുന്നു. ഇന്നഹും യറൗനഹു ബഈദ വനറാഹു ഖരീബ, മനുഷ്യൻ വിചാരിക്കുന്നത് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ്, പക്ഷേ നാം അതിനെ അടുത്തായി കാണുന്നു. ഏതൊരു വരുന്നതും വരുമെന്നുറപ്പുണ്ടെങ്കിൽ അതിലേക്കെത്താനുള്ള കാലദൈർഘ്യം ഒരു ദൈർഘ്യമല്ല എന്നുള്ളതാണ്. അതാണ് അതിലെ തത്വം. ഏത് വരുന്നതും അത് വരുമെന്നുറപ്പുണ്ടെങ്കിൽ അത് വരാനുള്ള കാലതാമസം അതൊരു ദൈർഘ്യമേ അല്ല. കാരണം സമയം ഒരിക്കലും പുറകോട്ട് പോകുന്നില്ല, സമയം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതിലേക്കൊരു കാലത്തിലൂടെ പുറകോട്ടൊരു സഞ്ചാരമില്ല, മുന്നോട്ടാണ്. എങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഖിയാമത്ത് നാളടുത്തിരിക്കും. അതാണ് അതിലൊരു തഫ്സീർ. അതെത്ര വൈകിയാലും അത് വരും. മറ്റൊരു തഫ്സീർ, ഏതൊരു വ്യക്തിയുടെയും അന്ത്യസമയം എന്ന് പറയുന്നത് അയാളുടെ മരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഖിയാമത്ത് നാൾ എന്നാണ് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് നിൻ്റെ മരണം എന്നാണോ എന്നാണ്. കാരണം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഖിയാമത്ത് നാളിലേക്ക് അയാൾ നൂറ്റാണ്ടുകൾ താമസിച്ചാലും അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങൾ താമസിച്ചാലും ഖബറിൽ ആ വ്യക്തിക്ക് തോന്നുക ഞാൻ പകലിൻ്റെ 1 മണിക്കൂറേ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളൂ എന്നാണ്. ആദം നബിക്കും അത് തന്നെയാണ് തോന്നുക, അല്ലെങ്കിൽ ആദം നബിയുടെ കാലഘട്ടത്തിലുള്ളവർക്കും അത് തന്നെയാണ് തോന്നുക. ഏറ്റവും ലോകാവസാനം നടക്കുന്ന അന്ന് മരിച്ച ആൾക്കും അത് തന്നെയാണ് തോന്നുക. അപ്പോൾ പിന്നെ മരണത്തോടുകൂടി ഒരാളുടെ ഖിയാമത്ത് നാൾ തുടങ്ങുകയായി. മാത്രമല്ല മലക്കുകളെ കാണും. മലക്കുകളെ കാണുന്നത് തന്നെ വളരെ വലിയൊരു അടയാളമായിട്ടാണ് പറയപ്പെട്ടിട്ടുള്ളത്. പിന്നീട് ഖബറിൽ വെച്ച് മലക്കുകളുടെ 2 മലക്കുകളുടെ പ്രത്യേക ചോദ്യം. ആ ചോദ്യത്തിന് ശേഷം നല്ലവർക്ക് സ്വർഗത്തിലെ ഭക്ഷണവും വസ്ത്രവും സ്വർഗത്തിലെ കാഴ്ചകളും നൽകപ്പെടും. അല്ലാത്തവർക്ക് നരകത്തിലെ കാഴ്ചയും അവിടുത്തെ ഭക്ഷണവും വസ്ത്രവും നൽകപ്പെടും.
അതുകൊണ്ട് തന്നെ ഖിയാമത്തിൻ്റെ ഒരു ചെറിയ അവസ്ഥ ബർസഖിൽ ഖബറിൽ വെച്ചുണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരാളുടെ ഖിയാമത്തിൻ്റെ അകലം എന്ന് പറയുന്നത് അയാളുടെ മരണത്തിൻ്റെ അകലം മാത്രമാണ്. മരണത്തിൻ്റെ അകലമാകട്ടെ എപ്പോൾ സംഭവിക്കുമെന്ന് ഒരാൾക്ക് പോലും ഗ്യാരണ്ടി പറയാൻ പറ്റാത്ത വിധം നമ്മുടെ ചെരുപ്പ് നമ്മുടെ ശരീരത്തോട് എത്രമാത്രം ചേർന്ന് നിൽക്കുന്നുണ്ടോ അതിനേക്കാൾ മരണം നിങ്ങളിലേക്ക് അടുത്തു നിൽക്കുന്നു എന്നാണ്. മരണം നമ്മിലേക്ക് അടുത്തു നിൽക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ അസിഫത്തിൽ ആസിഫ, ആ അന്ത്യസമയം അടുത്തിരിക്കുന്നു. ഇവിടെ പ്രധാനമായും അതുകൊണ്ടുള്ള ഉദ്ദേശം ഖിയാമത്ത് നാളാണ്. അസിഫത്തിൽ ആസിഫ, ഇത് ഖിയാമത്ത് നാളിൻ്റെ മറ്റൊരു പേരുമാണ്. ലൈസ ലഹ, അതിനില്ല, മിൻ ദൂനില്ലാഹി, അള്ളാഹുവിന് പുറമെ, കാശിഫ. കശഫ എന്ന് പറഞ്ഞാൽ വെളിവാക്കുക, അതിനെ കൊണ്ടുവരിക, അതിനെ ഇൽഹാർ ചെയ്യുക, അതിനെ കൊണ്ടുവരിക. കശഫ യക്ഷിഫു കശ്ഫൻ, കശഫ യക്ഷിഫു കശ്ഫൻ. കാശിഫ് എന്ന് പറഞ്ഞാൽ അതിനെ കൊണ്ടുവരുന്ന ആൾ, വെളിവാക്കുന്ന ആൾ. ലൈസ ലഹ മിൻ ദൂനില്ലാഹി, അള്ളാഹുവിന് പുറമെ, കാശിഫത്തുൻ, അതിനെ വെളിവാക്കുന്നതൊന്നുമില്ല, അള്ളാഹു അല്ലാതെ വേറെ ആരുമല്ല എന്നർത്ഥം. ഖിയാമത്ത് നാൾ എന്നാണ് എന്ന് പോലും സൃഷ്ടികളിൽ ആർക്കും അറിയില്ല. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പോലും പറഞ്ഞത്, ജിബ്രീലിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതാണ്, മൽ മസ്ഊലു അൻഹാ ബിഅലമ മിനസ് സാഇൽ. ചോദ്യകർത്താവിന് അറിയാവുന്ന അത്രേ ആ വിഷയത്തിൽ എനിക്കും അറിയൂ എന്ന് പറഞ്ഞാൽ ചോദ്യകർത്താവിനും അറിയില്ല, ചോദിക്കപ്പെട്ട എനിക്കും അറിയില്ല. യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹ, ഖിയാമത്ത് നാൾ എന്നാണ് എന്നവർ ചോദിക്കുന്നു. ഖുൽ ഇന്നമാ ഇൽമുഹ ഇൻദ റബ്ബി, അതിനെക്കുറിച്ചുള്ള അറിവ് എൻ്റെ റബ്ബിന് മാത്രമേ ഉള്ളൂ. ലാ യുജല്ലിഹാ ലി വഖ്തിഹാ ഇല്ലാഹു, അതിൻ്റെ സമയമാകുമ്പോൾ അതിനെ വെളിക്ക് കൊണ്ടുവരുന്നത് അള്ളാഹു അല്ലാതെ വേറെ ആരുമല്ല, പടച്ച റബ്ബ് തന്നെയാണ് അത് ഇൽഹാർ ചെയ്യുന്നത്, അതിനെ കൊണ്ടുവരുന്നത്. അതാണ് ലൈസ ലഹ, അതിനില്ല, മിൻ ദൂനില്ലാഹി, അള്ളാഹുവിന് പുറമെ, കാശിഫത്തുൻ, വെളിവാക്കുന്ന ഒന്നും, അതിനെ പ്രത്യക്ഷത്തിൽ പ്രകടമാക്കുന്ന കൊണ്ടുവരുന്ന വേറെ ആരുമില്ല, അള്ളാഹുവാണത് ചെയ്യുന്നത് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ മറ്റൊരാൾക്കും അതിനെ തടുക്കാൻ കഴിയില്ല എന്നർത്ഥം. ആർക്കും അതിനെ തടുക്കാനോ ഇല്ലാതാക്കാനോ മാറ്റിക്കളയാനോ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ട് അള്ളാഹു ചോദിക്കുന്നത്, അഫമിൻ ഹാദൽ ഹദീസി തഅജബൂൻ, അപ്പോൾ മിൻ ഹാദൽ ഹദീസ്, ഈ ഹദീസിനെ കുറിച്ചാണോ, അഥവാ ഇവിടെ അൽ ഹദീസ് കൊണ്ടുള്ള ഉദ്ദേശം ഖുർആനാണ്. അഫമിൻ ഹാദൽ ഹദീസി, ഈ ഹദീസിനെ സംബന്ധിച്ചാണോ, തഅജബൂൻ, നിങ്ങൾ അത്ഭുതപ്പെടുന്നത്. അജിബ എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുക. അജിബ യഅജബു അജബൻ, അജിബ യഅജബു അജബൻ, അത്ഭുതപ്പെടുക. അഫമിൻ ഹാദൽ ഹദീസി തഅജബൂൻ, എന്നിരിക്കെ ഈ വൃത്താന്തത്തെക്കുറിച്ചാണോ, ഈ വാർത്തയെക്കുറിച്ചാണോ നിങ്ങൾ അത്ഭുതപ്പെടുന്നത്? മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, ഖിയാമത്ത് നാളിനെക്കുറിച്ച്, അതേപോലെ തന്നെ അതെല്ലാം ഉൾക്കൊള്ളുന്ന പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ? ഇതുപോലെ ഞങ്ങൾ മുമ്പ് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുതുതായി കൊണ്ടുവന്നതാണ്, അങ്ങനെ തുടങ്ങി പല ന്യായവാദങ്ങളും അവർ പറഞ്ഞു. ഞങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യനല്ലേ അദ്ദേഹം? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, അഫമിൻ ഹാദൽ ഹദീസി തഅജബൂൻ, നിങ്ങൾ അത്ഭുതപ്പെട്ട് ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണോ? വതദ്ഹഖൂൻ, നിങ്ങൾ കളിയാക്കി ചിരിക്കുകയാണോ? ലഹിക യദ്ഹഖു ലഹ്കൻ വലഹികൻ, ലഹിക എന്ന് പറഞ്ഞാൽ ചിരിക്കുക, കളിയാക്കി ചിരിക്കുക. വതദ്ഹഖൂൻ, നിങ്ങൾ ചിരിക്കുകയാണോ? ഖുർആനിനെ, മുഹമ്മദ് നബിയെ, പ്രവാചകൻ കൊണ്ടുവന്ന വാർത്തകളെ സംബന്ധിച്ചൊക്കെ നിങ്ങൾ വതദ്ഹഖൂൻ, നിങ്ങൾ ചിരിക്കുകയാണോ? വലാ തബ്കൂൻ, നിങ്ങൾ കരയാതിരിക്കുകയുമാണോ? ബക്കാ യബ്കി ബുകാഅൻ, ബക്ക എന്ന് പറഞ്ഞാൽ കരയുക, ബക്കാ യബ്കി ബുകാഅൻ. വലാ തബ്കൂൻ, നിങ്ങൾ കരയാതെ കളിയാക്കി ചിരിക്കുകയാണോ? വഅൻതും സാമിദൂൻ, വഅൻതും സാമിദൂൻ, നിങ്ങൾ സുമൂദ് കാണിക്കുകയാണോ? സാമിദ് എന്ന് പറഞ്ഞാൽ സുമൂദ് കാണിക്കുന്നവൻ. സുമൂദ് എന്ന് പറഞ്ഞാൽ സമദ യസ്മുദു സുമൂദൻ, സമദ യസ്മുദു സുമൂദൻ. സമദ എന്ന് പറഞ്ഞാൽ ഗഫല, അശ്രദ്ധ കാണിക്കുക, പരിഗണിക്കാതിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, ആകാശത്തേക്ക് നോക്കുക, അതിനൊക്കെ സമത എന്ന് പറയും.
അപ്പോൾ നിങ്ങൾ മേൽപോട്ട് നോക്കുകയാണോ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണോ, അഥവാ അശ്രദ്ധമായി മുഖം തിരിക്കുകയാണോ? അതാണ് സുമൂദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമദ യസ്മുദു സുമൂദൻ, അങ്ങനെ ചെയ്യുന്നവനാണ് സാമിദു. അൻതും സാമിദൂൻ, നിങ്ങൾ ഗഫലത്ത് കാണിച്ച്, അശ്രദ്ധ കാണിച്ച്, ഖുർആനിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാതെ നിങ്ങൾ കളിക്കുകയും ചിരിക്കുകയുമാണോ? നിങ്ങൾ എന്തുകൊണ്ടാണ് കരയാത്തത്? അതുകൊണ്ട് ഫസ്ജുദു, നിങ്ങൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യുക. സജദ യസ്ജുദു സുജൂദൻ, സജദ എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യുക. ഭാഷാപരമായി സുജൂദിൻ്റെ അർത്ഥം അങ്ങേയറ്റം വിനയവും താഴ്മയും കാണിക്കുക എന്നുള്ളതാണ്. ആശയപരമായി അതാണെങ്കിൽ അതിൻ്റെ പ്രകട രൂപമാണ് സുജൂദ്. ഒരാൾ തൻ്റെ നെറ്റിയും മൂക്കും 2 കൈകളും കാലിൻ്റെ അറ്റവുമെല്ലാം നിലത്ത് വെച്ചുകൊണ്ട് ഭൂമിയിൽ അങ്ങേയറ്റം, ഭൂമിയേക്കാൾ ഇനി താഴാനില്ലല്ലോ, അതുകൊണ്ടാണ് ഭൂമിയോളം താഴ്ന്നു എന്ന് പറയാം. ഭൂമിക്കപ്പുറത്തേക്ക് ഇനി താഴ്ന്നു പോകാൻ നമുക്കില്ല. അപ്പോൾ ആ ഭൂമിയിൽ, ആ മണ്ണിൽ തല വെച്ച് നിൽക്കുന്നതിനെ സുജൂദ്, അത് വിനയത്തിൻ്റെ പ്രകടഭാവമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കിയ സുജൂദ്. ഫസ്ജുദു ലില്ലാഹ്, അതുകൊണ്ട് അല്ലാഹുവിനെ നിങ്ങൾ സുജൂദ് ചെയ്യൂ. വഅബ്ദു, നിങ്ങൾ അവനെ ആരാധിക്കൂ. അബദ യഅബ്ദു ഇബാദത്തൻ, സുജൂദ് ചെയ്യുക. ആദ്യമായി സജദ, തിലാവത്തിൻ്റെ സജദ ഈ അധ്യായത്തിലാണ് അവതരിപ്പിക്കപ്പെടുന്നത് എന്ന്. ആദ്യം ഇറങ്ങിയ സൂറത്തുൽ ആലഖാണ്. സൂറത്തുൽ ആലഖിൽ അതിൻ്റെ അവസാനത്തിൽ സുജൂദുണ്ട്, പക്ഷേ അതിൻ്റെ ആദ്യ വചനങ്ങളാണ് ആദ്യം അവതരിപ്പിക്കപ്പെട്ടത്. എന്നാൽ സമ്പൂർണ്ണമായി സൂറത്തുൻ നജ്മ് അവതരിപ്പിക്കപ്പെട്ടു എന്നാണ്. സൂറത്തുൻ നജ്മ് ഒറ്റയടിക്ക് അവതരിപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ തിലാവത്തിൻ്റെ സുജൂദ് ആദ്യം ചെയ്യപ്പെട്ടത് ഈ അധ്യായത്തിലാണ് എന്ന് ധാരാളം ഹദീസുകളിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അധ്യായം ഓതിക്കേൾപ്പിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരും ജിന്നുകളുമെല്ലാം സുജൂദ് ചെയ്തു എന്നാണ്. ഇതിൻ്റെ ഗാംഭീര്യം കൊണ്ട്, ഈ ചാപ്റ്ററിൻ്റെ ഗാംഭീര്യം കൊണ്ട് അതങ്ങനെ തുടക്കം മുതൽ കേട്ട് വരികയാണെങ്കിൽ സുജൂദ് ചെയ്തു പോകും. ഒരാളൊഴികെ അയാൾ സുജൂദ് ചെയ്തില്ല, പകരം ഒരു പിടി മണ്ണെടുത്ത് നെറ്റിയിൽ വെച്ചു എന്നാണ്. അഹങ്കാരം കൊണ്ട് അയാൾ പിന്നീട് അവിശ്വാസിയായി കൊല്ലപ്പെട്ടു. എന്നാൽ ഇത് ഓതിക്കേൾപ്പിക്കപ്പെട്ടപ്പോൾ അവിടെ സുജൂദ് ചെയ്തവരെല്ലാം പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു എന്നാണ്. ഇത് ഓതിക്കേൾപ്പിക്കപ്പെട്ട സന്ദർഭത്തിൽ സുജൂദ് ചെയ്തവരെല്ലാം പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. പക്ഷേ ഇങ്ങനെ ചെയ്ത വ്യക്തിക്ക്, അയാൾ ആദ്യ തവണ തന്നെ അതിനെ നിഷേധിച്ചപ്പോൾ ആ വ്യക്തി പിന്നീട് അമുസ്ലിമായി കൊണ്ട് തന്നെയാണ് മരണപ്പെട്ടത്. തുടങ്ങിയ രൂപത്തിലുള്ള ധാരാളം റിവായത്തുകൾ, ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അവിടെ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. അഫമിൻ ഹാദൽ ഹദീസി തഅജബുൻ, എന്നിരിക്കെ ഈ വൃത്താന്തത്തെ സംബന്ധിച്ച് നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ? പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് നമുക്ക് ഇത് അതിന് എതിരായ ആശ്ചര്യത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമുക്ക് വേണ്ടത് പരിശുദ്ധ ഖുർആനിന് അനുകൂലമായ ആശ്ചര്യമാണ് വിശ്വാസികൾക്ക് വേണ്ടത്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, മനുഷ്യരെ നിങ്ങളെന്താണ് ഖുർആനിനെക്കുറിച്ച് ചിന്തിക്കാത്തത് എന്നാണ്. വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഇത് അല്ലാഹു അല്ലാത്തവരിൽ നിന്നായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ, ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഖുർആനിൽ കാണാമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ പോലെ ഒരു ഖുർആൻ കൊണ്ടുവരാൻ വെല്ലുവിളിക്കുന്നുണ്ട്, ആർക്കും സാധിച്ചിട്ടില്ല. പിന്നെ പറഞ്ഞു ബി അശ്രി സുവരിൻ, 10 സൂറത്ത് കൊണ്ടുവരാൻ പറഞ്ഞു, അതും പറ്റൂല. അവസാനം പറഞ്ഞു ഒരു സൂറത്തെങ്കിലും, ഫഅ്തു ബി സൂറത്തിൻ മിസ്ലിഹി, ഒറ്റ മതി, ഒറ്റ അധ്യായം. ഖുർആനിൽ ഒരൊറ്റ അധ്യായം എന്ന് പറയുന്ന ആകെ 2 വരിയേ ഉള്ളൂ. 2 വരി തികച്ചില്ല, ഏറ്റവും ചെറിയ അധ്യായം. അങ്ങനെയുള്ളൊരു അധ്യായമെങ്കിലും കൊണ്ടുവരാൻ ഇന്നേ വരെ ലോകത്തിലെ എത്ര വലിയ ബുദ്ധിജീവികളുണ്ടായിട്ടും അവർക്ക് ആർക്കും കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ അത്ഭുതം എന്താണ്? അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അത്ഭുതം തന്നെയാണ്. പക്ഷേ അവരുടെ ആശ്ചര്യം ഇതിന് ഓപ്പോസിറ്റ്, എതിരായ ആശ്ചര്യമായിരുന്നു. പക്ഷേ നാം ഇതിന് ആശ്ചര്യപ്പെടണം. അല്ലാഹുവിൻ്റെ മുഅ്ജിസത്തിൽപ്പെട്ട ഒരു വലിയ മുഅ്ജിസത്താണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിൻ്റെ പഠിതാക്കളും ഖുർആൻ ശ്രദ്ധിക്കുന്ന ആളുകളിലും അനിവാര്യമായും ഉണ്ടാവേണ്ട വിഷയമാണ് വതദ്ഹഖൂന വലാ തബ്കൂൻ, നിങ്ങൾ ചിരിക്കുകയും കരയാതിരിക്കുകയുമാണോ? അപ്പോൾ ഖുർആനിനെ പരിഹസിച്ച് ചിരിക്കുക, കരയാതിരിക്കുക,
കാഫിറുകളുടെ, മുനാഫിക്കുകളുടെ സ്വഭാവമാണ്. എന്നാൽ വിശ്വാസികൾ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ കേട്ടാൽ അവരിലത് തഅ്സീർ ഉണ്ടാക്കുകയും കളിയും ചിരിയും തമാശയുമൊക്കെ അവർ പരമാവധി കുറയ്ക്കുകയും അവർ കൂടുതൽ കരയുകയും ചെയ്യണമെന്ന്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എനിക്കറിയാവുന്നത് നിങ്ങൾക്കറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ കുറച്ച് ചിരിക്കുകയും കൂടുതൽ കരയുകയും ചെയ്യുമായിരുന്നു. എന്നാൽ നാം വളരെ കൂടുതൽ ചിരിക്കുകയും വളരെ കുറഞ്ഞ അളവിൽ മാത്രം കരയുകയും ചെയ്യുന്നു. നേരെ ഓപ്പോസിറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരച്ചിൽ, ഖുർആൻ ഓതുമ്പോഴുള്ള കരച്ചിൽ സഹാബികൾ പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ അടുപ്പത്ത് വെച്ച വെള്ളം തിളയ്ക്കുന്നത് പോലെയായിരുന്നു എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കരച്ചിലിൻ്റെ ആധിക്യം കൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, അദ്ദേഹത്തെ ഇമാമായി നിർത്തരുത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നമസ്കാരത്തിൽ കരഞ്ഞാൽ പള്ളിയിലെ ഏറ്റവും പിറകിലെ സഫിൽ വരെ അത് കേൾക്കാമായിരുന്നു. യഥാർത്ഥ വിശ്വാസികളെക്കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖുർആൻ ഓതുന്നത് കണ്ടാൽ ഖറൂ സുജ്ജദൻ വ ബുക്കിയ, കരഞ്ഞുകൊണ്ട് സുജൂദിൽ വീഴുന്നതാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും മറ്റും നമ്മുടെ മനസ്സിന് മാറ്റമുണ്ടാകുന്നതിൻ്റെ അടയാളമാണ് കണ്ണിൽ നിന്ന് കണ്ണുനീര് വരിക എന്നുള്ളത്. അതുകൊണ്ട് ആ ഒരു സ്വഭാവമുള്ള ആളുകളായി, ഖുർആൻ കൊണ്ട് തഅ്സീർ ഉണ്ടാക്കുന്ന ആളുകളായി നമ്മൾ മാറണം. കളിച്ചിരിയും തമാശയും ഖുർആനിൻ്റെ പഠിതാക്കൾ കുറയ്ക്കുകയും വേണം. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഒരു ഖുർആൻ പഠിക്കുന്ന ആളും അല്ലാത്ത ആളും തമ്മിലുള്ള വ്യത്യാസം അവരുടെ രാത്രികളിലും അവരുടെ പകലുകളിലും നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഖുർആൻ പഠിക്കുന്ന ഒരാളുടെ രാത്രിയും ഖുർആനിൽ അറിവില്ലാത്ത ഒരാളുടെ രാത്രിയും ഒരുപോലെയല്ല. മറിച്ച് ഖിയാമുൽ ലൈൽ കൊണ്ടും തഹജ്ജുദ് കൊണ്ടും വ്യത്യാസം ഉണ്ടാവും. ഖുർആനിൻ്റെ ഒരു പഠിതാവിൻ്റെ പകലും അല്ലാത്തൊരാളുടെ പകലും ഒരുപോലെയല്ല. കാരണം അവർ അധിക ദിവസങ്ങളിലും നോമ്പ് നോൽക്കും. ഖുർആനിൻ്റെ പഠിതാവും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം, കളിചിരികൾ ഖുർആൻ പഠിക്കാത്തവരിൽ കൂടുമ്പോൾ കളിചിരികൾ ഖുർആൻ പഠിക്കുന്നവരിൽ കുറയും. ഇതൊക്കെ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വ്യത്യാസങ്ങളാണ്. അത്തരം വ്യത്യാസങ്ങൾ നമ്മളിൽ ഉണ്ടോ എന്ന് ഞാനും നിങ്ങളും പരിശോധിക്കേണ്ടതാണ്. വ അൻതും സാമിദൂൻ, നിങ്ങൾ അശ്രദ്ധ കാണിക്കുന്നു. ഇവിടെ യമനി ഭാഷയിൽ സമത എന്ന വാക്കിൻ്റെ അർത്ഥം പാട്ടുപാടുക എന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വാൻതും സാമിദൂൻ എന്ന വിഷയത്തിൽ ഒന്നിലധികം റിവായത്തുകളിൽ നിങ്ങൾ പാട്ടുപാടുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ഖുർആനിൻ്റെ ഓപ്പോസിറ്റായി എപ്പോഴും ഖിന ഉണ്ടായിരുന്നു എന്നാണ്, പാട്ട്. നബിയുടെ കാലഘട്ടത്തിൽ ഖുർആനിനെ, അതിൻ്റെ അസറിനെ ഇല്ലാതെയാക്കാൻ നബി ഖുർആൻ ഓതുന്നിടത്തിലൂടെ ഇവർ പാട്ടുപാടി നടക്കുമായിരുന്നു. കവിതകളും പാട്ടും, ഒരു ബഹളം ഉണ്ടാക്കുക, ഒച്ച ഉണ്ടാക്കുക, സംഗീതം. അതുകൊണ്ടാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, പാട്ടും ഖുർആനും ഒരാളുടെ ഹൃദയത്തിൽ ഒരുമിച്ച് നിൽക്കൂല, ഏതെങ്കിലും ഒന്നേ നിൽക്കൂ. ഒരാൾ സംഗീതത്തിനും മ്യൂസിക്കിന് എത്ര പ്രാധാന്യം കൊടുക്കുന്നുവോ അത്ര കണ്ട് ഖുർആനിൻ്റെ ലദ്ദത്ത്, ഖുർആനിനോടുള്ള ആ ഒരു ഇഷ്ടം, ഖുർആൻ പാരായണം ചെയ്യാനുള്ള ഒരു മധുരം അയാളുടെ മനസ്സിൽ നിന്ന് ഇല്ലാതെ പോകും. എത്ര കണ്ട് പാട്ടിൽ നിന്ന്, സംഗീതത്തിൽ നിന്ന് അകലുന്നുവോ അത്ര കണ്ട് ഖുർആനിൻ്റെ മധുരം ആസ്വദിക്കാനും കഴിയും. വമിനൻ നാസി മൻ യശ്തരി ലഹുവൽ ഹദീസി ലിയുദില്ല അൻ സബീലില്ലാഹ് ബിഗൈരി ഇൽമിൻ, ഒരറിവുമില്ലാതെ ലഹുവുൽ ഹദീസ് വില കൊടുത്ത് വാങ്ങുന്ന ആളുകളുണ്ട്. വയത്തഹിദഹ ഹുസുവ, ഖുർആൻ അവർ തമാശാക്കുകയും ചെയ്യുന്നു. അവിടെ ലഹുവുൽ ഹദീസ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് ആണയിട്ട് പറയാണ്, സ്വഹീഹായ സനദാണ്. അദ്ദേഹം ആണയിട്ട് പറയാണ്, എൻ്റെ ആത്മാവ് ഏതൊരു റബ്ബിൻ്റെ കൈകളിലാണോ ആ റബ്ബ് തന്നെയാണ് സത്യം. ഇവിടെ പറഞ്ഞ ലഹുവുൽ ഹദീസ് ഹുവൽ ഗിനാ, ഹുവൽ ഗിനാ, ഹുവൽ ഗിനാ, അത് മ്യൂസിക്കാണ്, പാട്ടാണ്. കാരണം സംഗീതം, പാട്ട്, അത് ഖുർആനിനെ ഇല്ലാതെയാക്കാൻ വേണ്ടി അവർ അന്നെടുത്ത ആയുധമാണ്. ഇന്നും അതിൻ്റെ വക്താക്കൾ ഖുർആനിൽ നിന്ന് പുറംതിരിഞ്ഞ് നിൽക്കുന്നത് കാണാം. മ്യൂസിക്കും ഖുർആനും ഒരുമിച്ച് നിൽക്കുകയില്ല. അതുകൊണ്ടാണ് ഖുർആനിൻ്റെ അസറില്ലാതെ ചിരിക്കുകയും കരയാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ. ഈ അസറില്ലാതെ പോകാനുള്ള ഒരു കാരണം അധികരിച്ച മ്യൂസിക്കിനോടുള്ള താല്പര്യമാണ്. അതാണ് അൻതും സാമിദൂൻ, നിങ്ങൾ ലഹുവ് കാണിക്കുന്നു, അശ്രദ്ധ കാണിക്കുന്നു, നിങ്ങൾ പാട്ടുപാടുന്നു, പാട്ടുകൾക്കും മറ്റു കാവ്യങ്ങൾക്കും നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഖുർആനിൻ്റെ അസർ നമ്മിലില്ല. വിശ്വാസികളായ ആളുകൾക്ക് പോലും ഖുർആൻ കേൾക്കുമ്പോൾ ഖുർആൻ കേൾക്കാൻ ഒരു താല്പര്യമില്ലാതിരിക്കുന്നു. ഖുർആൻ കേൾക്കുമ്പോൾ കരച്ചിൽ വരാതിരിക്കുന്നതൊക്കെ പലപ്പോഴും മ്യൂസിക്കിൻ്റെ ആധിക്യമാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശേഷം അള്ളാഹു പറയുന്നത്, ഫസ്ജുദൂ ലില്ലാഹി വഅബ്ദു,
നിങ്ങൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യുകയും അവന് മാത്രം ഇബാദത്ത് ചെയ്യുകയും ചെയ്യണം. അങ്ങേയറ്റത്തെ ഖുദൂഉം തദല്ലുലും അള്ളാഹുവിന് നൽകി അവൻ്റെ തൗഹീദ് അംഗീകരിച്ച് അവൻ്റെ ഏകത്വം അംഗീകരിച്ച് അവനിൽ പങ്കു ചേർക്കാതെ അവന് വിനയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത്. ആ നിലക്ക് ജീവിക്കുവാനും മരിച്ചു പോകുവാനുമുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.